പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് അതിസന്തോഷത്തോടെ ഞാൻ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നിങ്ങനെ അനവധി ബലഹീനതകളുണ്ട്. അതിന്റെ നടുവിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ നിൽക്കുമ്പോൾ അതിന്റെ നടുവിൽ നാം കേൾക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്നുവെന്ന്. എല്ലായ്പ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ മാറിപ്പോകണമെന്നില്ല, എന്നാൽ അവയെ നേരിടുവാനുള്ള അവയെ നേരിടുവാനുള്ള ശക്തി ദൈവം തന്റെ കൃപയിലൂടെ നമ്മെ ശക്തരാക്കുവാൻ ഇടയായിത്തീരും. അതേ പൗലോസിന്റെ പ്രാർത്ഥനകളുടെ നടുവിൽ ഇതാ കർത്താവ് അവനോട് സംസാരിക്കുക, എന്റെ കൃപ നിനക്ക് മതിയെന്ന്. ആ ബലഹീനതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ദൈവശക്തി, തന്നെ ശുശ്രൂഷയിൽ ബലപ്പെടുത്തിയ, തന്നെ ശുശ്രൂഷയിൽ പിടിച്ചു നിർത്തിയ അധികാരവും ശക്തിയും ആ ഭക്തന്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ആവസിച്ചതുപോലെ, അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികൾക്ക് നടുവിലും സർവശക്തനായ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ ഏറ്റെടുക്കട്ടെ. അങ്ങനെയെങ്കിൽ ഒരു പുതിയ അഭിഷേകത്തോടെ, ഒരു പുതിയ ബലത്തോടെ മുൻപോട്ട് പോകുവാൻ, കർത്താവിനായി പ്രയോജനപ്പെടുന്നവരായി, ദൈവസന്നിധിയിൽ മുന്നേറുന്നവരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുകൊണ്ടല്ലേ ദാവീദ് ഇങ്ങനെ പാടിയത്, നിന്നാ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. അവന്റെ മേൽ പകർന്നൊരു അഭിഷേകമുണ്ട്, അതെ, അവന്റെ മേൽ പകർന്നൊരു അധികാരമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുൻപിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്ക് നടുവിലും പ്രതിസന്ധികൾക്ക് നടുവിലും അവയെ നേരിടുവാൻ തക്ക നിലയിൽ ഒരഭിഷേകം, ദൈവകൃപ കർത്താവ് നമ്മുടെ മേൽ പകരും. ആകയാൽ ദൈവസന്നിധിയിൽ താണിരിക്കുക, പ്രാർത്ഥിക്കുക, ആ ദൈവശക്തി ഏറ്റെടുത്ത് മുൻപോട്ട് പോകുക. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.